അപ്പോൾ എനിക്ക് ഇന്നൊരു 3/4 കിലോ മുണ്ടത്തിവരല് കറി വയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറി വയ്ക്കാം. അപ്പം അതിനുവേണ്ടി ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കാഞ്ഞ് വന്നിട്ട് നമുക്ക് അതിലേക്ക് സബോള ഇടാം. അപ്പോൾ സബോള നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് ഞാൻ നാളികേരം അരച്ച് ചേർത്തത്, അത് ഞാൻ വെണ്ണ പോലെ അരച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് അതിന് വേണ്ട ഐറ്റംസ് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ. ഈ ഉള്ളി അവസാനം താളിക്കാനുള്ളതാണ്. മല്ലിയില, പിന്നെ വേപ്പല, ഇതാണ് അതിന് തക്കാളി. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് ഇടുമ്പോൾ നമ്മൾ കാണിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് വേഗമായി കിട്ടാനായിട്ട്. അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കും. അതാണ് നിങ്ങളുടെ മീനിൻ്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാതെ. അപ്പോൾ ഞാൻ 2 ചെറിയ സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗമാവണ കാരണം ഞാനത് ഉപ്പിട്ടത്. പക്ഷെ ഉപ്പ് അപ്പം ഞാൻ ഈ വേറെ ഇടുന്നില്ല, നോക്കിയിട്ടതല്ല. കാരണം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് വഴന്ന് വരട്ടെ. സവോള ഒരുവിധം വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടാം. പകുതി സവോള വഴന്ന് വരാൻ പാടില്ല. എന്ന് വെച്ചാൽ വെളുത്തുള്ളിയൊക്കെ അതിൽ കിടന്ന് ശരിക്കും വേവാനുള്ള, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തടിക്കും. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരു 5 എണ്ണം കീറിയിട്ട് വേണം. കുറച്ച് വേപ്പലും കിടന്ന് പൊരിഞ്ഞാൽ നന്നായി വഴങ്ങണം. ഈ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അതിൽ കിടന്നു. ഇഞ്ചിയുള്ള കാരണം ഇത് എപ്പോഴും ഇളക്കി കിടക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധിക്കും. അപ്പം ഇളക്കി എടുത്ത് നന്നായി അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ പോയി കിട്ടണം. വെളുത്തുള്ളി അതിൽ കിടന്നൊന്ന് നന്നായി വെന്തോട്ടെ. അപ്പോൾ ഇതൊക്കെ നന്നായി, വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ മൂടിയിട്ട് വേവിച്ചാൽ വേഗം അത് ആയിരിക്കും.
അപ്പം അതൊന്ന് മൂടി ഇറങ്ങട്ടെ 2 മിനിറ്റ്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി എങ്ങനെയാണ്? തക്കാളി 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നന്നായി വഴങ്ങുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ വേഗമാവും. ഇതിങ്ങനെ ഇതായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് പൊടികളാണ്. പൊടികൾ എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതാണ് നമ്മൾ ചേർക്കണം. അത് പച്ചമണം പോണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കാം. ഈ വെള്ളത്തിൽ ഇതൊക്കെ ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടാം. മാങ്ങ ഒന്ന് തിളയ്ക്കണം. മാങ്ങിയിട്ട് എടുത്തെടുത്ത് ഇതൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. മീനൊക്കെ എന്നിട്ട് ചേർക്കാൻ വേണ്ടി ഇപ്പം അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങണം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഞാൻ മാങ്ങ തിളച്ച് വന്നിട്ട് ഈ മീനിലേക്ക് ഇടാണ്. ഒപ്പം തന്നെ വേപ്പലില്ല കുറച്ച്. നന്നായി വറ്റട്ടെ. ചാറൊക്കെ വറ്റി നമുക്കതിൽ നാളേരം മരച്ച് ചേർക്കണം. അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ തുറന്നു നോക്കിയപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷെ ചാറും ഒന്നുകൂടി വറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് വറ്റിയട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഉപ്പ് നോക്കണമെങ്കിൽ നോക്കാം. വെന്തുപ്പ് ഞാൻ അന്നേരത്ത് ഇട്ടില്ല. സബോള വാടി വരാൻ വേണ്ടി ആ ഉപ്പ് പാകമായിരുന്നു. എനിക്ക് തണ്ടി വന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഈ നേരത്ത് ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കിയാൽ. അപ്പോൾ ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് നാളികേരമൊക്കെ ഒഴിക്കാം. കാച്ചിലുണ്ടാക്കണം. അപ്പോൾ അത് വറ്റി വരട്ടെ. ഞാനൊരു ചട്ടി വെച്ചിട്ട് മീനിലേക്കുള്ള കാച്ചാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇടാം. നന്നായി പൊരിയണം. മുരിഞ്ഞ് വരട്ടെ. അപ്പം മീനൊരു വിധം നന്നായി വറ്റി വന്നിട്ടുണ്ട്. വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതി. അപ്പം നമുക്ക് ഇതിലേക്ക് നാളികേരം ഒഴിക്കാം. നാളികേരം നന്നായി അരച്ച് കൊള്ളുന്നതാണ്. നല്ല നൈസായിട്ട് അരക്കണം കേട്ടോ. തൈരൊന്നുമില്ലാതെ അധികം നല്ല നൈസായിട്ട് അരച്ച് കൊള്ളുന്ന പാലല്ല നാളികേരം ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ അധികം തിളപ്പിക്കാതെ നോക്കാം. തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.
ആ ചൂടിന് കിടന്നിട്ട് ആയിക്കോട്ടെ, ഒന്ന് വാടട്ടെ ഈ മല്ലിയില. അപ്പോഴേക്കും നമ്മുടെ താളിക്കാൻ വെച്ചിട്ടുള്ള ഉള്ളി റെഡിയായി വരും. നമുക്ക് ആ കാച്ചിൽ ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ മീൻ കൂട്ടാൻ ഇപ്പം റെഡിയാവും. ഉള്ളി നന്നായി മൊരിയണം, എന്നാലും അതിൻ്റെ മൊരിഞ്ഞ് അതിൻ്റെ ഒരു മണം വരണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ നന്നായി മുരിഞ്ഞ് വന്നിട്ട് സമയത്ത് നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം. ഇതൊക്കെ കറിയുടെ ഹൈലൈറ്റാണ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ ഒഴിക്കുമ്പോഴൊക്കെ ഒരു മണമുണ്ട്, അതൊരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഈ വെളിച്ചെണ്ണ അതിൽ ചേർന്നതൊക്കെ. അപ്പോൾ ഉള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ മല്ലിയില ഇട്ടിട്ടും നാളികേരം ഒഴിച്ചിട്ടൊന്നും ഞാനത് കത്തിച്ചിട്ടില്ല. കാരണം അത് അങ്ങനെയാണ്, ആ ചെറു ചൂടിലിരുന്ന് ആയിക്കോളും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മീൻകറി. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്ക്. ശരിയാ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ വേറൊരു കറിയായിട്ട് നമുക്ക് കാണാം. ബൈ.